cup of milk, let's rock and roll. King Kong, kick the drum, rolling on like a rolling stone. Sing song when I'm walking home, jump up to the top of the throne. Ding dong, call me on my phone. ഇതെന്താ സംഭവം? രാവിലെ തന്നെ എന്താ ഇവ ഇങ്ങനെ? ഇനി എങ്ങാനും ഇവനെ തലക്കടി കിട്ടിക്കാണും. അല്ലാണ്ട് പിന്നെ എന്താ ഇത്? ഇവൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ. ഇനി അച്ഛനും അമ്മയോടും ഞാൻ എന്ത് സമാധാനം പറയും? ഈതൻ, ഈശ്വര, പെട്ടല്ലോ നാഥ. രാവിലെ തന്നെ നിനക്ക് എന്തു പറ്റി? അത് പിന്നെ ഞാൻ അതുവഴി പോയപ്പോ. നിനക്ക് വിക്കുണ്ടോ മോനെ? ഇല്ല. പിന്നെ കഞ്ഞ കൊഞ്ഞ കാണിക്കാതെ കാര്യം പറയാൻ നോക്കടാ. എന്താ, എനിക്ക് ഡാൻസ് കളിച്ചൂടെ? It's not like that. You are behaving out of character. എനിക്കറിയാവുന്നിടത്തോളം നീ ഇങ്ങനെയല്ല. You are a playboy, a bad boy. But this is something. എടാ, നിന്നെ കണ്ടിട്ട് പേടിയാവുന്നടാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറ. അത് പിന്നെ പുല്ല്, ഇവളോടിപ്പോ എന്നാ പറയാനാ? കറക്റ്റ് സമയത്തിനാണെങ്കിൽ ഒരു കള്ളവും മനസ്സിൽ വരുന്നുമില്ല. എന്തോ ആ തലയിൽ കിടന്ന് പുകയുന്നുണ്ടല്ലോ. എന്ത് കള്ളം പറയാന്നാണോ ആലോചിക്കുന്നേ? ഞാനോ കള്ളം പറയാനോ? അത് നിന്നോടോ? ഞാനെന്തിനാ നിന്നോട് കള്ളം പറയുന്നേ? അതായത് ഹെലി, ഞാനൊരു റീല് കാണുമായിരുന്നേ. അതായത് സഹോദരി, കാര്യം എന്നാന്ന് വെച്ചാ അതിലെ മെയിൻ ലീഡ് ഉറങ്ങിക്കിടക്കുമായിരുന്നേ. അപ്പൊ സെക്കൻഡ് മെയിൻ ലീഡ് വന്ന് ഡോറിൽ മുട്ടി. ഈതൻ ഓപ്പൺ ദ ഡോർ. ഓ, ഈ കൊച്ചുളുപ്പം കാലത്ത് ഇതാരാ? ഈ കൊച്ചനാണെ അവനെ കൊച്ചെളുപ്പം കാലത്ത് വിളിച്ചുണർത്തി ആളുടെ മുഖത്ത് നോക്കി രണ്ട് തെറി വിളിക്കാന്നും പറഞ്ഞ് ഡോറ് തുറന്നതും ഇതാണ്ട് നിൽക്കുന്നു അവന്റെ കഥാനായകൻ. അപ്പൊ ഇത് ബീൽ സ്റ്റോറിയാണോ? പുല്ല്, ഐ കോണ്ടാക്റ്റും കളഞ്ഞു. അതെ, ഇതൊരു BL സ്റ്റോറിയാ. നൗ നോ മോർ ഇന്ററപ്ഷൻസ്. ഓക്കെ, യു ക്യാരി ഓൺ. അപ്പൊ നമ്മൾ ഏതോരെയാ പറഞ്ഞു നിർത്തിയേ? കഥാനായകൻ. കഥാനായകൻ. ഗുഡ് മോർണിംഗ് ബിഗ് ബോയ്. യു മിസ് മീ? ഗെറ്റ് ഔട്ട് ഫ്രം ഡിലൂഷണൽ വേൾഡ് ബേബി ബോയ്. ഔച്ച്, ഇറ്റ്സ് ഹേർട്ട്. എന്നെ കാണാനല്ലെങ്കിൽ പിന്നെ എന്തിനാ ബിഗ് ബോയ് രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നേ? ഗോ ഗെറ്റ് റെഡി. ആർ വി ഗോയിങ് ഓൺ എ ഡേറ്റ്? നോ മാൻ, യു ആർ സോ അൺറൊമാൻറ്റിക്. സാരല്ല, ഞാൻ പഠിപ്പിച്ചെടുത്തോളാം. ഏത് കോക്കനട്ട് തലേനാടാ അത്? ഇത്ര സ്വീറ്റ് ആയിട്ടൊരു ഡേറ്റ് ചോദിക്കുമ്പോ അവനൊന്ന് യെസ് പറഞ്ഞൂടെ? ഐ നോ റൈറ്റ്, ഹി ഈസ് സോ ബാഡ്. എനിക്കിപ്പം തന്നെ പ്രൊഡ്യൂസറിന്റെയും ഡയറക്ടറിന്റെയും നമ്പർ കിട്ടണം. ഇന്ന് വിളിച്ച് അങ്ങേരുടെ തലയിൽ ഇത്തിരി ബുദ്ധി വെച്ച് കൊടുത്തിട്ടേ വേറെ കാര്യമുള്ളൂ. അതിനൊക്കെ ഇനിയും സമയമുണ്ട്. ആദ്യം നീ ഞാൻ പറയുന്ന കേക്ക്. ഞാൻ കേക്കുന്നു, നീ പറ. Keep dreaming. Now go and get dressed. Fine. Jerk. അല്ല, എവിടേക്കാ പോന്നേ? കാര്യം പറഞ്ഞില്ലല്ലോ. എല്ലാത്തിനും കാരണം അറിയണം. പറഞ്ഞ ഒന്നും പറയുന്നത് പോലെ ചെയ്യില്ല. Man, this is my life. I have rights, okay? Fine. നിനക്ക് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോവാ. There it is. Happy now? Now just go and get ready. That's right, my good boy.
താൻ ഇത്ര പൊളൈറ്റായിട്ട് ചോദിക്കുമ്പോൾ എങ്ങനെയാ വേണ്ടാന്ന് പറയുക? ഐ ബി റൈറ്റ് ബാക്ക്. അതും പറഞ്ഞ് തിരിഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. ബാക്കിയെല്ലാം പുകപടലുമായിരുന്നു. വാട്ട് ഹാപ്പൻ ദെൻ? ഷോയും കാണിച്ച് പെട്ടെന്ന് തിരിഞ്ഞതായിരുന്നു. താഴെ കിടന്ന കാർപ്പറ്റ് ശ്രദ്ധിച്ചില്ല. കാർപ്പറ്റിൽ കാല് കുടുങ്ങി നമ്മുടെ മെയിൻ ലീഡിൻ്റെ മണ്ടയിൽ നിന്ന് ഇതാ കിടക്കുന്നു. വിത്ത് ലിപ് ടു ലിപ് കിസ്. അവര് കിസ് ചെയ്തോണ്ടാണോ നീ ഈ വീട് തലൂത്തിനടുത്ത് മറിച്ച് വെച്ചേ? ഇതവരുടെ ഫസ്റ്റ് കിസ്സാ, സോ ഇറ്റ്സ് ഗോയിങ് ടു ബി സ്പെഷ്യൽ. നിന്റെ ഈ ഹൈപ്പ് വേണ്ട, നിനക്കാണ് കിസ് കിട്ടിയെന്ന് തോന്നും. അതൊക്കെ പോട്ടെ, ആ ഡ്രാമയുടെ പേരെന്താ? നീ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കും കാണാനൊരു കൊതി. ഈശ്വര, ഈ വീണ വീഴ്ചയെന്ന് ഒന്ന് എണീറ്റിട്ട് പോരെ അടുത്ത പരീക്ഷണം. ഏത് സമയത്ത് ഡാൻസ് കളിക്കാൻ തോന്നിയതോ? ഓഹ്, എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇനി ഇതിനെന്ത് പറയാനാ? കള്ളം പറയാനാണോ പാട്? എന്താന്ന്? അല്ല, ഞാൻ ഡ്രാമയുടെ പേര് ഓർക്കുമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പേര് മറന്നു. ഇനി അടുത്തെങ്ങാനും കാണുവാണേ ഞാൻ നിനക്ക് സെൻഡ് ചെയ്തേക്കാം. ആ, ഓക്കെ. ഈതൻ, ലെറ്റ്സ് ഗോ. ആഹാ, നിങ്ങൾ രണ്ടുപേരും ഒറ്റ നൈറ്റ് കൊണ്ട് ഇത്ര കിടപ്പോയോ? എവിടേക്കാ പോകുന്ന രണ്ടുപേരും കൂടെ? ഞാൻ അവന് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ കൊണ്ടുപോവുക. അല്ലാണ്ട് നീ കരുതും പോലെ ഞാൻ ഊര് തട്ടാൻ പോകുന്നതല്ലേ ഇവനെയും കൊണ്ട്. അതും ശരിയാ. ഇഷാൻ സാറിന് ഓഫീസ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ എവിടെന്നാ സമയം? നിനക്ക് മറവി രോഗമുണ്ടെന്ന് ഇത്രയും നാളും നിന്റെ കൂടെ ഉണ്ടായിരുന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. ആസ് ലോങ് ആസ് ഐ റിമെമ്പർ, നിന്റെ എന്താവശ്യത്തിനും ഞാൻ എൻ്റെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഹേലി. ഡോണ്ട് മേക്ക് എൻ എക്സ്ക്യൂസസ് ഇഷാൻ. നിന്നോട് തർക്കിക്കാൻ എൻ്റെ കയ്യിൽ തീരെ സമയമില്ല. ഈതൻ, നീ വരുന്നേവാ. എൻ്റെ അനിയൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അതിന് വേറൊരു ഔട്ട്സൈഡറെ ആവശ്യം എനിക്കില്ല. ഈശ്വര, ഇവളിത് ചളവാക്കുന്ന എല്ലാ ലക്ഷണങ്ങളും ഉണ്ടല്ലോ. ഇങ്ങേരുടെ കൂടെ ഒരല്പം ടൈം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഈ കുരുട്ടടയ്ക്ക് അതിനെ സമ്മതിക്കുന്നില്ലല്ലോ. ഇവയ്ക്ക് ഇത്ര പെട്ടെന്ന് എവിടെന്നാ ഈ സഹോദര സ്നേഹം പൊട്ടിമുളച്ചേ? ലാസ്റ്റ് ടൈം ഐ ചെക്ക്ഡ്, യു ആർ സ്റ്റിൽ മൈ ഫക്കിംഗ് വൈഫ് ലീഗലി. അങ്ങനെ വരുമ്പോൾ തൻ്റെ ഫാമിലിയിൽ ഞാനങ്ങനെ ഒരു ഔട്ട്സൈഡർ ആവുക? വെറും പേപ്പറിൽ മാത്രമേ ഉള്ളൂ തൻ്റെ ഭർത്താവെന്ന അധികാരം. വേറെ ഒന്നിലും അത് കാട്ടാൻ വരണ്ട. ഇതൊരു നടക്കി പോവെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇവളവനെ ഇത്രത്തോളം അപരാധിച്ചിട്ടും ഇവൻ എന്തിനാ ഇവളെ പിറകെ തന്നെ നടക്കുന്നേ? ആര് പറഞ്ഞു ഞാൻ തൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരുന്നുവെന്ന്? ഇറ്റ്സ് നോട്ട് അബൌട്ട് യു ബേബി ഗേൾ, ഇറ്റ്സ് അബൌട്ട് യുവർ ഫാമിലി നൗ. നിന്റെ കാര്യത്തിൽ ഇടപെടുന്നത് ഞാൻ പണ്ടേ നിർത്തിയതാ. നിന്റെ അപ്പനും അമ്മയും എന്നെ വിശ്വസിച്ച നിന്റെ അനിയനെ ഇങ്ങോട്ടേക്ക് അയച്ചത്. സോ നൗ he is my responsibility. I am his guardian now. പുല്ല് ചിരിയും വരുന്നു. ആ പല്ല് കടിച്ച് പൊട്ടിക്കണ്ട, ആവശ്യമുള്ളതല്ലേ. ഈതൻ, നീ വാ, നമുക്കിറങ്ങാം. ഹേലി, ഞാൻ പോയിട്ട് വരാം. നീയും അവൻ്റെ കൂടെ പോവാന്നോ? അല്ലാണ്ട് പിന്നെ. എടാ, ഞാൻ കൊണ്ടുപോവാൻ നിന്നെ. ഹേലി, ഡോണ്ട് വറി, I'll be all right. Midnight, heat on velvet skin. Your voice pulls me deeper in. Slow touch. അപ്പോൾ ഇനി ഒരു വർഷം ഈ കലാലയത്തെയാണല്ലേ ഞാൻ തലകീഴായി മറിക്കേണ്ടത്?
ഡോണ്ട് ഈവൻ തിങ്ക് അബൌട്ട് ഇറ്റ്. ഇവിടുത്തെ പ്രിൻസിപ്പള് റിട്ടയർഡ് പോലീസ് ഓഫീസറാ. അതിനെന്താ പ്രശ്നം? അതല്ലേ കുറച്ചുകൂടെ ഫണ്ണ്. അതുമല്ല, ഞാൻ മുമ്പ് പഠിച്ചിരുന്ന യൂണിവേഴ്സിറ്റിയിലെ ഹെഡ് മാസ്റ്റർ റിട്ടയർഡ് കേണലായിരുന്നു. അതപേക്ഷിച്ച് ഇതൊന്നുമല്ല. പഠിക്കാനായിട്ടാ നിന്നെ അവരവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അയച്ചത്. നോ, എനിക്ക് അവിടെ വെച്ച് നല്ല അക്കാഡമിക് ഗ്രേഡ്സ് ഉണ്ടായിരുന്നു. ഇവിടെ നന്നാവാൻ വേണ്ടിയിട്ട് എന്നെ അയച്ചേ. എന്നാൽ അതൊട്ട് നടക്കത്തുമില്ല. ഞാൻ ഇങ്ങനെയാ. ഞാൻ ആർക്ക് വേണ്ടി മാറില്ല. നോട്ട് ഈവൻ ഫോർ യു. ആ കാര്യം എൻ്റെ പേരൻസിന് നന്നായിട്ട് അറിയാം. എന്നിട്ടും എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചതെന്ന് എനിക്ക് മനസ്സിലാകത്തെ. അവരെന്നെ ഇങ്ങോട്ടേക്ക് അയച്ചതിൽ എനിക്കൊരു വിഷമമില്ല കേട്ടോ. അവരെന്നെ ഇങ്ങോട്ടേക്ക് അയച്ചതുകൊണ്ട് എനിക്ക് നിന്നെ കണ്ടെത്താൻ പറ്റിയില്ലേ. ആൻഡ് ഡു യു വാണ്ട് ടു നോ എ സീക്രട്ട്? You are going to be my biggest sin I ever committed. Every spark ignite. You make me wild. Every touch I can't forget your gravity. അതുകൊണ്ട് തന്നെ എന്നെ നന്നാക്കാന്ന് താൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. അല്ലേലും തന്നെ നന്നാക്കിയിട്ട് എനിക്കെന്ത് കിട്ടാനാ? നിന്റെ കാര്യത്തിൽ നിന്റെ ചേച്ചിനെ നിന്റെ പാരൻസിന് തീരെ വിശ്വാസമില്ല. അതുകൊണ്ടാ നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്. ദാറ്റ്സ് വൈ ഐ ലവ് മൈ പാരൻസ് സോ മച്ച്. മുതിർന്നവർ പറയുന്നത് എത്ര ശരിയാണല്ലേ. ഒരു പാരൻസിന് അറിയാൻ പറ്റും തൻ്റെ മക്കൾക്ക് എന്താണ് ബെസ്റ്റെന്ന്. അതുകൊണ്ടല്ലേ എൻ്റെ പാരൻസ് എന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചേ. അപ്പം എങ്ങനെയാ? കല്യാണത്തെ കെട്ടിക്കിട്ട് ഓടിപ്പോലാമ, അത് ഓടിപ്പോയി കല്യാണത്തെ കെട്ടിക്കലാമ. തൽക്കാലത്തേക്ക് രണ്ടാമത് ഒരെണ്ണത്തിനും കൂടെ തലയിൽ വലിച്ചു വയ്ക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അങ്ങനെ പൂതി തോന്നുമ്പോൾ തന്നെ ആദ്യം അറിയിക്കാം. ചുമ്മാ വളവളാന്ന് സംസാരിച്ചോണ്ട് നിൽക്കാതെ വരാൻ നോക്ക്. എനിക്ക് വേറെ പണിയുണ്ട്. മോരടാൻ. അല്ല, താനെന്താ ഇവിടെ തന്നെ പഠിക്കണമെന്ന് പറഞ്ഞേ? ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ദാറ്റ്സ് വൈ. ഓ മോളെ, നീ പുതിയ അഡ്മിഷനൊക്കെ ഉണ്ടോ? എടി, നീ പഠിപ്പിക്കാനുള്ള സ്റ്റുഡൻ്റ് ആടി. അത് സ്റ്റുഡൻറ്റിനെ അല്ല, സ്റ്റുഡൻറ്റിൻ്റെ കൂടെ വന്ന ആളെ കണ്ടായിരുന്നോന്ന്? ആ ഇല്ല. നോക്ക് നോക്ക്, ദേ വരുന്നു. Midnight dripping off your lips. Every word a velvet kiss. Close your eyes, don't fight the pull. You're ready under my control. Heartbeat out of time, crossing every line. You don't even try. ഇവരെന്താ ഇങ്ങനെ നോക്കുന്നേ? ഞാനിവിടെ ഉണ്ട് മിസ്സേ. സോറി, നിങ്ങളിരിക്കുക. അകത്തുനിന്നെല്ലാം പറഞ്ഞു കാണുമല്ലേ? അപ്പോൾ കുറച്ച് ഫോംസൊക്കെ ഫില്ല് ചെയ്യാനുണ്ട്. വിരോധമില്ലേ? സ്റ്റുഡൻറ്റും ഗാർഡിയനും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. He is my husband. Use yourself. Lose yourself. എന്താന്ന്? I mean, my sister's husband. Where you are, you don't need the dark. I'm already. എന്താ ബ്രദർ ഇൻ ലോ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ?